കുട്ടി മരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് മരിച്ചപ്പോ സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു കുഞ്ഞിന്റെ ഖബറിന്റെ അരികത്ത് വന്നിട്ട് പറഞ്ഞ വാക്കുകൾ, അല്ലാഹുമ്മ അൽഹംദുലില്ലാഹ് اللهم عبدك ابن عبدك وقد رد إليك فارفع به وارحم وجاف الأرض عن بدني وافتح أبواب السماء لروحي وتقبله بقبول حسن എന്ന് ദുആ ചെയ്യുന്നു അനസ് റളിയല്ലാഹു അൻഹു. റബ്ബേ നിനക്ക് സ്തുതി, നിന്റെ അടിമയുടെ മകൻ ഇതാ നിന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു റബ്ബേ. ഫർഅഫ് ബിഹി, ആ മോനോട് കരുണ ചെയ്യണേ റബ്ബേ. വറഹംഹു, നിന്റെ ദയാവായ്പുകൾ ഉണ്ടാവേണമേ. എന്റെ മോന്റെ ശരീരത്തിൽ നിന്നും ഖബറിന്റെ മതിലുകളെ നീ അകറ്റി കൊടുക്കണമേ. ആകാശത്തിന്റെ കരുണയുടെ കവാടങ്ങൾ എന്റെ മോന്റെ റൂഹിന് വേണ്ടി തുറന്നു കൊടുക്കണമേ. എന്റെ മോനെ നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നു. ഹബീബിന് 10 വർഷം ഖിദ്മത്ത് ചെയ്ത സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന് ഭക്ഷണം കഴിച്ചു, ഒന്ന് വെള്ളം കുടിച്ചു. ഇദ്ദഹന, എണ്ണ പുരട്ടിന, എണ്ണ പുരട്ടുന്നത് ഒരൽപ്പം സന്തോഷം തോന്നുന്ന സമയമാണ്. തന്റെ ഭാര്യയോടൊപ്പം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്തേ? അള്ളാഹുവിന്റെ വചനം സൂചിപ്പിക്കുന്ന പോലെ ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹു തീരുമാനിച്ച ഒരു സംഭവം നടന്നു, അത്രയേ നടന്നിട്ടുള്ളൂ. അള്ളാഹു അത് തീരുമാനിച്ചു, അത് നടന്നു. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹുവിന്റെ നിയമങ്ങൾ അവൻ ഭൂമിയിൽ നടത്തുന്നത് എത്ര ലാഘവത്തോടുകൂടെയാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ്. ഈ ഭൂമിയിൽ ഏതൊരു വിപത്തിറങ്ങുന്നതും നിങ്ങളുടെ ശരീരത്തിൽ പോലും പരീക്ഷണങ്ങൾ ഇറങ്ങുന്നതും അള്ളാഹു തീരുമാനിക്കുന്നത് കൊണ്ടാണ്. മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിൽ സംഭവിക്കേണ്ടതെല്ലാം അത് സംഭവിക്കുന്നതിന്റെ എത്രയോ കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു തീരുമാനിച്ച വിഷയങ്ങളാണ് ഈ നടക്കുന്നത്. എന്തിന്? നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ വല്ലാതെ ഒരുപാട് സങ്കടപ്പെടരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് കണ്ടിട്ട് വല്ലാതെ സന്തോഷിക്കുകയും വേണ്ട. നഷ്ടപ്പെടാനുള്ളതാണ്, എല്ലാം പോകാനുള്ളതാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കരിച്ച് ആർഭാടത്തോടെ ധിക്കരിച്ച് നടക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹദീദ്. ഇതാണ് അനസ് റളിയല്ലാഹു അൻഹു നടപ്പാക്കുന്നത്. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? ഗിഫാർ ഗോത്രത്തിന്റെ നായകനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, ലൗലൽ ഇസ്ലാം ലകുൻതു ഖാതിഅ ത്വരീഖ്. ഇസ്ലാം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു കൊള്ളക്കാരനായി മരിക്കുമായിരുന്നു, കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു. ഇസ്ലാം വന്നു, വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ നേതാവാണ്, ഒരു തറവാടിന്റെ ഉന്നത നേതാവാണ്, നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ്, ഗിഫാർ ഗോത്രത്തിന്റെ നായകനാണ്. പക്ഷേ എല്ലാ മക്കളും മരിച്ചു പോകും. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മക്കളും അധികം ജീവിച്ചിരിപ്പുണ്ടാവില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ പറഞ്ഞു, ഇന്നക ഇംറുഉൻ ലാ യബ്ഖാ ലക വലദ്. അബൂദറേ, നിങ്ങളുടെ മക്കളാരും ജീവിച്ചിരിക്കുന്നില്ലല്ലോ, എല്ലാവരും പെട്ടെന്ന് മരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ യോഗമുണ്ടാവില്ലല്ലേ എന്ന് ചില ആളുകൾ ഈ മഹാനായ സ്വഹാബിയോട് പറഞ്ഞ നേരം എന്താണ് അബൂദർ എന്നവരുടെ മറുപടി എന്നറിയോ? അൽഹംദുലില്ലാഹ് കുല്ലു ദാലിക ഫീ കിതാബ്. എല്ലാം അല്ലാഹു തീരുമാനിച്ചു വെക്കുന്നതല്ലേ. അൽഹംദുലില്ലാഹില്ലദീ യഅഖുദുഹും ഫീ ദാരിൽ ഫനാ വയദ്ഖിറുഹും ഫീ ദാരിൽ ബഖാ. നശിച്ചു പോകുന്ന ഈ ലോകത്ത് നമ്മുടെ മക്കളെ കൊണ്ടുപോവുകയും എന്നാൽ നാശമില്ലാത്ത ഒരു ലോകത്ത്, അവസാനിക്കാത്ത ഒരു ലോകത്ത് ഈ മക്കളെ നമുക്ക് സൂക്ഷിച്ചു വെച്ച് തരികയും ചെയ്യുന്ന റബ്ബേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി എന്ന് ഏത് മക്കൾ മരിക്കുമ്പോഴും മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറാണ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. നിബിതങ്ങളുടെ കുടുംബമാണ്, സയ്യിദാണ്, തങ്ങളാണ്. മഹാനവറുകളുടെ ഒരു പിഞ്ചുമോൾ മരണപ്പെടുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്നവർ നിബിതങ്ങൾ വഫാത്താകുമ്പോൾ 10-11 വയസ്സ് പ്രായമുള്ള തങ്ങളാണ്. അത്രയേ പ്രായമുള്ള, വളരെ ചെറുപ്പമാണ്. പിന്നെയും ഒരുപാട് കാലം ജീവിച്ചു.
ഹബീബിന്റെ വഫാത്തിന്റെ ഒക്കെ ശേഷം കല്യാണം കഴിച്ച് ഭാര്യയോടൊപ്പം ജീവിക്കുന്ന ആ കാലം, കുടുംബജീവിതം തുടങ്ങിയ കാലം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ മരിച്ചു എന്ന വിവരം അറിയുന്നത് ഇബ്നു അബ്ബാസ് എന്നവർ മക്കയിലേക്ക് ഹിജ്റ പോകുന്ന സമയമാണ്. മക്കയിലേക്ക് ഹിജ്റ പോകുമ്പോഴാ വിവരം കേൾക്കുന്നത്. മഹാനവറുകൾ വാഹനത്തിന്റെ മേലിൽ നിന്ന് താഴെ ഇറങ്ങി മരണവിവരം അറിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട മോള് മരിച്ചു എന്നറിഞ്ഞു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ആകാശലോകത്തേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി റബ്ബേ, വ ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം നിന്നിലേക്ക് വരേണ്ടവർ തന്നെയല്ലേ പടച്ചവനെ. ഔറത്തുൻ സതറഹല്ലാഹ് വമുഊനത്തുൻ കഫാഹല്ലാഹ് വഅജ്റുൻ സാഖഹല്ലാഹ്. എന്റെ മോളെ വളർത്തൽ ഇനി അല്ലാഹു ഏറ്റെടുത്തു. എന്റെ മോളുടെ ചെലവുകൾ ഇനി അല്ലാഹു ഏറ്റെടുത്തു. വഅജ്റുൻ സാഖഹല്ലാഹ്, അല്ലാഹു എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ പ്രതിഫലമാണിത്. ഉംറക്ക് പോകുന്ന വഴിയിലാണ് ഇത് പറഞ്ഞു ദുആ ചെയ്ത്. മോൾ നാട്ടിലാണ് ഇബ്നു അബ്ബാസ് എന്നവർ ഉംറക്കുള്ള വഴിയിലാണ്. തിരിച്ചു പോകാൻ നേരമില്ല. വാഹനപ്പുറത്ത് കയറുന്നു. ഉംറക്ക് ഒന്നും സംഭവിക്കാതെ പോലെ ഉംറയിലേക്ക്, അല്ലാഹുവിന്റെ വജഹിലേക്ക്, കഅബാലയത്തിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചു പോവല്ലേ, മക്കളോട് അവർക്ക് കൃപയില്ലാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചു പോവല്ലേ. മക്കൾ നഷ്ടപ്പെട്ടാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് ആ പ്രതിഫലത്തിന്റെ ആ കാംക്ഷയിലാണ്. അല്ലാഹു യഫഅലു മാ യശാഉ ഫകിലിൽ ഉമൂറ ഇലൽ ഖളാഇ. കാര്യങ്ങളെല്ലാം നടത്തുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. റബ്ബിന്റെ തീരുമാനം ഏറ്റെടുക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, നമ്മുടെ 8ഓളം മക്കൾ തോണി ദുരന്തത്തിൽ മരിച്ച അപകടത്തെ നമ്മൾ അനുസ്മരിക്കുന്ന സമയമാണത്. അല്ലാഹു ആ കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുക്കട്ടെ. ആ ഉമ്മമാർക്കും ഉപ്പമാർക്കും സ്വർഗത്തിലെത്താനുള്ള വഴിയായ മക്കൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയുമോ, അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ 7 മക്കളാണ് ഒരു ദിവസം മരണപ്പെട്ടത്. 7 മക്കൾ ഒരു വീട്ടിൽ. ഒരു ഉപ്പയുടെ 7 മക്കൾ ഒരു ദിവസം മരണപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല. എന്നിട്ട് എന്തേ ആ മഹാൻ പറഞ്ഞതെന്നറിയുമോ? അൽഹംദുലില്ലാഹ്. എന്തിനാ പറയുന്നറിയോ? സ്വർഗലോകത്ത് ബൈത്തുൽ ഹംദ് എന്ന വീട് കിട്ടണം. അവര് പറഞ്ഞ വാക്ക് ഇന്നി മുസ്ലിമുൻ മുസല്ലിമുൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ അല്ലാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷമയുള്ള വാപ്പയാണ്. കണ്ണുനീരൊലിച്ചു വീഴുമ്പോഴും നാവ് കൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമല്ലാതെ, റബ്ബ് ഇഷ്ടപ്പെടുന്ന വാക്കുകളല്ലാതെ മറ്റൊന്നും പറയാതെ ഇന്നി മുസ്ലിമുൻ മുസല്ലിം, എന്റെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിച്ചു, എന്റെ കാര്യം എന്റെ റബ്ബിനെ ഏൽപ്പിച്ചു. 7 മക്കളുടെ ജനാസയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്. 7 ജനാസകൾ. നമ്മൾ ഓർക്കണം, നമ്മുടെ ഒരു പ്രയാസം വരുമ്പോ അതിലേറെ പ്രയാസം വന്ന ആളുകളെ ഓർത്തിരിക്കണം. അതിലേറെ കഷ്ടപ്പാടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കുറിച്ചൊന്ന് ഓർക്കണം. നസല സ്വബ്റു അലാ ഖദ്രിൽ മുസീബ, മുസീബത്തിന്റെ ഖനം എത്രയാണോ ആ ഖനത്തിലാണ് അല്ലാഹു ക്ഷമ ഇറക്കുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട്. 7 മക്കൾ ഒരു ദിവസം നഷ്ടമായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടപ്പോ മുഹമ്മദ് ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കുഞ്ഞിനെ മറവ് ചെയ്ത ആ ഖബറിന്റെ അരികത്ത് നിന്നിട്ട് പറഞ്ഞു, കുല്ലു ദാലിക ഫീ കിതാബ്, എല്ലാം റബ്ബേ നീ തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഇന്നി അർജൂക ലഹ്, പടച്ചവനെ എന്റെ മോന് വേണ്ടി നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു റബ്ബേ. വ അഖാഫുക അലൈഹി, എന്റെ മോൻ ശിക്ഷ വല്ലതും വരുമോ എന്ന് നിന്നെ ഞാൻ പേടിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഫഹഖിഖ് റജാഇ ഫീഹി വ ആമിൻ ഖൗഫി അലൈഹി, അതുകൊണ്ട് നിന്നിലുള്ള എന്റെ പ്രതീക്ഷയെ നീ സാധിപ്പിച്ചു തരണമേ. എന്റെ മോനെ കുറിച്ചുള്ള എന്റെ വേവലാതിയും എന്റെ പ്രയാസവും നീക്കി തരണമേ എന്ന് തന്റെ കുഞ്ഞിന്റെ ഖബറിനരികിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മുഹമ്മദ് ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന് മാതൃകയായി കടന്നു വന്നവരാണ്. എന്തുകൊണ്ട്? റബ്ബിന്റെ ഖളാ ആണ് ഇവിടെ നടക്കുന്നത്. മുഹമ്മദ് തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ്, ലബിജ്തമഅത്തിൽ ഉമ്മ, ഈ സമുദായം മുഴുവനും, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇജ്തമഉ, അവർ മുഴുവനും ഒരുമിച്ച് കൂടി എന്നിരിക്കട്ടെ. എന്തിന്?
അലാ അൻ യൻഫഊക ബിശൈഇൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ജനങ്ങളെല്ലാവരും തീരുമാനിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും ആണും പെണ്ണും ചേർന്ന് നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ. ലാ ലം യൻഫഊക വലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കുതിബ ലക ഔ അലൈക, അല്ലാഹു നിനക്ക് തീരുമാനിച്ചതല്ലാതെ ഒന്നുമേ ഒരു മനുഷ്യനും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അല്ലാഹു നിങ്ങൾക്കൊരു വിപത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്കും നിങ്ങളെ ഉപദ്രവിക്കാനും കഴിയില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിയ പേനകൾ ഉയർന്നു കഴിഞ്ഞു, മഷി വറ്റിക്കഴിഞ്ഞു, തീരുമാനം അല്ലാഹു നടപ്പാക്കി കഴിഞ്ഞു. അതുകൊണ്ട് സംഭവിച്ചു പോയാൽ എന്റെ മകൻ ആ വഴിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നല്ലോ എന്ന് പറയല്ലേ. എന്റെ മകൻ ഈ റൂട്ടിൽ പോയിരുന്നെങ്കിൽ ആ അപകടം പറ്റില്ലായിരുന്നു, എന്റെ മകൻ ഈ വാഹനത്തിൽ കയറിയില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഇതൊന്നും പറയല്ലേ. ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ എന്നൊക്കെയുള്ള പ്രയോഗം പിശാച് നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരും. അല്ലാഹുവിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടമാകും. നമ്മൾ ഓർക്കണം, കോടിക്കണക്കിന് രൂപ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സംഭാവന ചെയ്തു എന്നിരിക്കട്ടെ, ലക്ഷക്കണക്കിന് അല്ലാഹുവിന് കൊടുത്തു എന്നിരിക്കട്ടെ, ദശക്കണക്കിന് ഹജ്ജ് ചെയ്തു എന്നിരിക്കട്ടെ, നൂറുകണക്കിന് ഉംറ ചെയ്തു എന്നിരിക്കട്ടെ, നിസ്കാരം ഒരുപാട്, സുന്നത്ത് നോമ്പ് ഒരുപാട് ത്യാഗവും ഒരുപാട് സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലി എന്നിരിക്കട്ടെ, അല്ലാഹുവിന്റെ ഖളായിലും ഖദറിലും വിശ്വസിച്ചില്ല എങ്കിൽ ഇതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ലല്ലോ. ഈ അമലൊന്നും പിന്നെ അല്ലാഹു സ്വീകരിക്കൂല. എന്താണ് ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ? ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവ്വതും അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ, അത് വിശ്വസിക്കേണ്ടവനാണ് മുഅ്മിൻ. അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്തിന് ഭയപ്പെടണം? എന്റെ റബ്ബ് അങ്ങനെ തീരുമാനിച്ചു. കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചത് അല്ലാഹു, കൊണ്ടുപോകാൻ തീരുമാനിച്ചതും അല്ലാഹു, കുഞ്ഞിനെ തരാതിരുന്നത് അല്ലാഹു, കാഴ്ച തന്നതല്ലാഹു, കൊണ്ടുപോകുന്നത് അല്ലാഹു. ആ ഒരു ഈമാനും ബിൽ ഖളാഇ വൽ ഖദർ. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറഞ്ഞു. മഹാനവർ പറഞ്ഞു, ഈ ഹദീസ് ഞാനല്ലാതെ മറ്റൊരാൾക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അങ്ങനത്തെ ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ? അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ ലാ യുഹദ്ദിസുകും ബിഹി അഹദുൻ ഗൈരി. ഞാനല്ലാതെ ഒരാൾക്കും ഇത് പറഞ്ഞു തരാൻ കഴിയില്ല. ഇത് ഞാനും നബിയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. ഹബീബിന്റെ കൂടെ 10 കൊല്ലം ഹബീബിന്റെ മദീനയിലെ ജീവിതത്തിൽ സ്വന്തം വീട്ടുകാരനെ പോലെ ഹബീബിന് ഖാദിമായി ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞപ്പോ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു, ബലാ അനസ് എന്നവരെ പറഞ്ഞു തരൂ, നിങ്ങളല്ലാതെ മറ്റാരും കേട്ടിട്ടില്ലാത്ത ഈ സംഭവം, നിങ്ങളല്ലാതെ മറ്റാരും സാക്ഷികളായിട്ടില്ലാത്ത ഈ സംഭവം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ ഇൻദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തിരിക്കുമ്പോൾ ഫളഹിക, നബി തങ്ങൾ ചിരിച്ചു. ഞങ്ങളോട് ചോദിച്ചു, അതദറൂന മിമ്മ ലഹിഖ്ത്, ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയെ, അല്ലാഹുവിനും റസൂലിനും അറിയാം. നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ ചിരിക്കാൻ കാരണം അജ്ബതു ലിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം ഞാൻ ഓർത്ത് അത്ഭുതപ്പെട്ടതാണ്. ഒരു സത്യവിശ്വാസിനിയുടെ ജീവിതം ഓർത്ത് ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടതാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ളി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. ഏത് വിധി അല്ലാഹു ഒരു മുഅ്മിനിന് നടപ്പാക്കിയാലും, എന്ത് തീരുമാനം അല്ലാഹു നടപ്പാക്കിയാലും പ്രത്യക്ഷത്തിൽ നമുക്കൊരു പ്രയാസം തോന്നും, പ്രത്യക്ഷത്തിൽ നമുക്കൊരു വിഷമം തോന്നും. എന്തെല്ലാം പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയാലും ഇല്ലാ കാന ഖൈറൻ ലഹു, അതിന്റെ പിന്നിലെല്ലാം ആ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ഒരു നന്മ ഉദ്ദേശിച്ചിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോർക്കുമ്പോൾ ഞാൻ സന്തോഷിച്ച് ചിരിക്കുകയാണ്. എന്റെ വിശ്വാസികൾ പരീക്ഷണം അനുഭവിക്കാൻ പോകുന്നു എനിക്കറിയാം. അവരുടെ ശരീരത്തിൽ, അവരുടെ മക്കളിൽ, അവരുടെ ഭരണക്രമങ്ങളിൽ, അവരുടെ നാടുകളിൽ, അവരുടെ അന്തരീക്ഷങ്ങളിൽ, അവരുടെ ഭൂമിയിൽ, അവരുടെ ആകാശങ്ങളിലൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോ എന്റെ വിശ്വാസികൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ ഇല്ലാ കാന ഖൈറൻ ലഹ്, അവന് നന്മയായിട്ടേ ഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ഇത് അല്ലാഹു നന്മ കൊണ്ട് ഉദ്ദേശിച്ചതാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ അല്ലാഹുവിന്റെ ഖളായിലേക്കും ഖദറിലേക്കും കാര്യങ്ങൾ ഏൽപ്പിക്കുക, കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഖളായിലേക്കും ഖദറിലേക്കും ഏൽപ്പിക്കുക.